ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ രണ്ട് മഹാരാഷ്ട്രീയൻ ഡിഷായിട്ടാണ് നിങ്ങളുടെ വന്നേക്കുന്നത്. അതായത് നമ്മുടെ പുട്ടും കടലയും പോലെ അങ്ങനെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ അതിന് പുരാൻ പോളി എന്നാണ് ഈ റോട്ടിക്ക് പറയുന്നത്. അതിനൊരു ചട്നി എന്ന് പറയാൻ പറ്റില്ല, ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് കരാച്ചി അംട്ടി എന്നുള്ളത്. പേര് കേട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ ഒന്ന് കണ്ടു. കാട്ടെന്ന് പറയുന്നത് ഈ നമ്മുടെ കടലപ്പരിപ്പുണ്ടല്ലോ, കടലപ്പരിപ്പ് നമ്മൾ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിനാണ്, ആ വെള്ളം നമ്മൾ ആ ലിക്വിഡിനാണ് കാട്ടെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ കറിയുടെ ബേസ്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. ഇനി നമ്മളിവിടെ ഞാൻ ഇപ്പോൾ ഒരു കപ്പോളം തേങ്ങ നമ്മൾ വറുത്ത് എണ്ണയൊന്നും ചേർക്കാതെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതിനെ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ സവാള ഇവിടെ 2 സവാള സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, അതും നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ബേ ലീഫും പോപ്പി സീഡ്സും എടുത്തിട്ടുണ്ട്, അതും നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഹോൾ സ്പൈസസും ഉണ്ട്. അത് ഞാൻ ഇടുമ്പോൾ റോസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് പറഞ്ഞു തരാം. ഇതെല്ലാം റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വറുത്ത തേങ്ങയുടെ കൂടെ ഇതെല്ലാം കൂടെ അരച്ചൊരു ഫൈൻ പേസ്റ്റ് ആക്കും. ഞാൻ 2 സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ നമ്മൾ ആ പറഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഒട്ടും എണ്ണ ഒഴിക്കാതെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു പാനിൽ അത് ഞാൻ ഇട്ടു. പിന്നെ വേറൊരു പാനിൽ നമ്മൾ ആ സവോള സ്ലൈസ് ചെയ്തത് അതും റോസ്റ്റ് ചെയ്തെടുക്കണം വിത്തൗട്ട് ഓയിൽ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ആ എണ്ണയില്ലാതെ ഫ്രൈ ചെയ്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആ റോസ്റ്റഡ് കോക്കനട്ടിൻ്റെ കൂടെ സവാള പതുക്കെയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകൊക്കെ ചൂടാക്കിയല്ലോ, ആ പാനിൽ തന്നെ ആ സ്പൈസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് 2 ബേ ലീഫ്, 2 ടേബിൾ സ്പൂൺ പോപ്പി സീഡ്സ്, അതായത് കഷ്കഷ്, 2 ടീസ്പൂൺ മുഴുവൻ മല്ലി, 2 ടീസ്പൂൺ ജീരകം, 3 ഏലക്കായ, 12 കുരുമുളക്, പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം സിനമൺ. ഇതിനെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇതിലും നമ്മൾ എണ്ണ ചേർക്കണ്ട, ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതും നമുക്ക് ആ കോക്കനട്ടിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും. ഇവിടെ ആ വഴറ്റിയ സവാളയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. കണ്ടോ, ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. അതിനൊരു മോയ്സ്ചർ വേണം നമ്മളിത് അരയ്ക്കുമ്പോൾ. അതുകൊണ്ട് ഒത്തിരി അങ്ങ് ഡാർക്ക് ബ്രൗൺ ആവരുത്. എണ്ണയില്ലാതെ നമ്മൾ വഴറ്റിയെടുത്ത സവാളയും കൂടെ എന്നിട്ട് ഇതിനെയൊക്കെ ഒന്ന് ആറാനായിട്ട് അനുവദിക്കണം. എന്നിട്ട് വേണം നമുക്ക് അരയ്ക്കാനായിട്ട്. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത സ്പൈസസും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഈ സ്പൈസസും നന്നായിട്ട് ആറണം. എന്നിട്ട് വേണം നമുക്ക് അരയ്ക്കാനായിട്ട്. അരയ്ക്കുമ്പോൾ നമ്മൾ 2-3 ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ആ സോർട്ട് ചെയ്ത് വെച്ച എല്ലാ നാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് അത് മിക്സിക്കകത്ത് ഇടുകയാണ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പേസ്റ്റിന്, ഇതിൻ്റെ പേര് വാത്തൻ എന്നാണ് ആ പേസ്റ്റിൻ്റെ പേര്. അത് മിക്ക മഹാരാഷ്ട്രീയൻ ഡിഷിലും അവർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചിട്ട് അവർ പല കറികളിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ നമ്മൾ റോസ്റ്റ് ചെയ്ത കോക്കനട്ട്, ഓണിയൻ, ഗാർലിക്ക്, ചില്ലി, സ്പൈസസ് എല്ലാം ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പം ഒരു കപ്പോളം മല്ലിയില ചോപ്പ് ചെയ്തത്. പിന്നെ ഇതിന് വളരെ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ വഴറ്റിയപ്പോൾ ഒട്ടും എണ്ണ ചേർത്തിട്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിത് പേസ്റ്റ് ആക്കുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ, അതും വളരെ കുറച്ച് മതി, 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിനകത്ത് മിക്സിക്കകത്തോട്ട് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മിനിമം വെള്ളം ഒഴിച്ചിട്ട് വേണം അതിനെ അരച്ച് ഒരു ഫൈൻ പേസ്റ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പേസ്റ്റ് നിങ്ങൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല. വേറെ മഹാരാഷ്ട്രീയൻ ഡിഷിലും ഇത് ഉപയോഗിക്കും. നമ്മൾ അത് പേസ്റ്റ് ചെയ്ത ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ ബൗളിലോട്ട് ഇത് മാറ്റുകയാണ്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഇത്ര നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് അധികം വെള്ളമില്ല, ജസ്റ്റ് ചമ്മന്തി ആ കൺസിസ്റ്റൻസിയിൽ മതിയാവും. അപ്പോൾ ആംട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 1 ഗ്ലാസ് നമ്മൾ കടലപ്പരിപ്പ്, ഇത് കുതിർക്കാത്ത കടലപ്പരിപ്പാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. അതിനകത്തോട്ട് നമ്മൾ 1 ഗ്ലാസ് കടലപ്പരിപ്പിന് നമ്മൾ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം നമ്മൾ കളയരുത്. വെന്ത് കഴിഞ്ഞ് നമുക്ക് വെള്ളം യൂസ് ചെയ്തിട്ട് വേണം ആ ആംട്ടി ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ടാണ്. പിന്നെ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, കടലപ്പരിപ്പ് വേവിക്കാനായിട്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 7 to 8 വിസിൽസ് കഴിയുമ്പോൾ നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. പ്രഷർ കുക്കർ ചെയ്യുന്നതാണ് എളുപ്പം. അതേസമയം നിങ്ങൾ സോക്ക് ചെയ്ത ചനാദാളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 to 4 വിസിൽസ് മീഡിയം ഹീറ്റിൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു. കടലപ്പരിപ്പ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഓയിൽ, ഞാനത് കുക്ക് ചെയ്യാൻ വയ്ക്കാൻ പോവാം. നമ്മുടെ കരാച്ചി ആംട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണ് മഹാരാഷ്ട്രീയൻസിൻ്റെ പുരാൻ പോളി ആ നെയിമിലുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്.
അത് വേറെ ഒന്നുമില്ല. 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ, ഇതെല്ലാം കൂടെ ചേർത്ത് ഈ മാവിന് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി ഒരു അരമണിക്കൂർ നമുക്ക് അതിനെ റെഡിയാക്കി വെക്കണം. അതിന് കുഴച്ച് കഴിഞ്ഞ് അതെങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു. അപ്പോൾ നമ്മൾ മൈദയും ആട്ടയും കൂടെ കുഴച്ച് വെച്ചത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡോ നമ്മൾ ഒരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് കുഴച്ച് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഇനി നമുക്കതിൻ്റെ പുരാൻ പോളിയുടെ ഉണ്ടാക്കാനുള്ള പ്രോസസ്സിലോട്ട്. നേരത്തെ കാണിച്ച കടലപ്പരിപ്പ് വേവിച്ച് അതിൻ്റെ ആ പരിപ്പ് മാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ലിക്വിഡ് അത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് 2 സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ട് ഞാനൊന്ന് മാഷ് ചെയ്ത് നമ്മൾ ഈ സോസിൽ ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റോക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചെടുത്തൊന്ന് മാഷ് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് വേവിച്ചത്. അപ്പോൾ മാഷ് ചെയ്ത് ആ കടലപ്പരിപ്പിൻ്റെ പേസ്റ്റ് നമ്മൾ ആ സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് ആക്ച്വലി ഒരു വാട്ടറി ആണ്. അപ്പോൾ കട്ടാച്ചി അംട്ടി നമ്മൾ കുറച്ച് വാട്ടറി ആയിട്ടാണ് അത് ഇരിക്കുന്നത്. ആ പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വേവിച്ച ആ പുരാൻ പോളിയുടെ സ്റ്റഫിങ്ങിന് വേണ്ടി, പുരാൻ എന്ന് പറഞ്ഞാൽ സ്റ്റഫിംഗ് ആണ്. അതിനകത്തോട്ട് ഞാനിപ്പോൾ 1 കപ്പ് കടലപ്പരിപ്പിന് 3/4 കപ്പ് ജാഗറി, അതായത് ശർക്കര ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യുകയാണ്. കുറച്ചും സ്വീറ്റ് ആവശ്യം കൂടുതൽ വേണ്ടവർക്ക് 1 കപ്പ് ജാഗറി ആഡ് ചെയ്യാം. ഇപ്പോൾ ആ ജാഗറിയും കടലപ്പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ കടലപ്പരിപ്പിനെ നമ്മൾ കയ്യിൽ വെച്ച് തന്നെ മാഷ് ചെയ്ത് അതിനൊരു പേസ്റ്റ് പോലെ ആക്കണം സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട്. അത് കുറച്ച് നേരം എടുത്ത് സ്ലോ ഹീറ്റിൽ വേണം, സ്ലോ ടു മീഡിയം ഹീറ്റിൽ വേണം അതിനെ കുക്ക് ചെയ്ത് മാഷ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മൾ ആ ചെറിയ തീയിലിട്ട് കുറച്ച് നേരം ആയി, ഒരു 5 to 7 മിനിറ്റ്സ് ആയി. കണ്ടോ, ഒന്നുകൂടെ നന്നായിട്ട് മാഷായി ആ കടലപ്പരിപ്പൊക്കെ ആ ജാഗറിയായിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് നേരം കൂടെ വെക്കണം, എന്നാലും നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അത് കിട്ടുള്ളൂ. അപ്പോൾ പുരാൻ പോളിയുടെ സ്റ്റഫിങ് റെഡിയായി നമ്മൾ അറിയാനായിട്ട് നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ അതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് താഴെ വീഴാൻ പാടില്ല. കണ്ടോ, അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സീസണിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്മെഗ് പൗഡറും കുറച്ച് കാർഡമം പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കും. പുരാൻ പൊളിയുടെ സ്റ്റഫിങ്ങിനുള്ള സാധനമാണ്. ആ കടലപ്പരിപ്പ് വേവിച്ചുകൊണ്ട് എന്ത് നല്ല മാഷായി, ഒട്ടും ഒരു പരിപ്പിൻ്റെ തരി പോലും ഇല്ലാതെ നല്ലതായിട്ട് മാഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അംറ്റി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഒരു 1/2 കപ്പ് ഓയിൽ ആഡ് ചെയ്യുക. അതിനകത്തോട്ട് കറി ലീവ്സ് ഇട്ട് ഒന്ന് പൊട്ടിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ tumeric പൗഡറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റ് അതും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ചില്ലിയൊക്കെ അതിനകത്ത് നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റ് അത് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അതിനകത്ത് ഒന്നും കൂടെ അതൊക്കെ ആ ചില്ലിയിലും ഇതെല്ലാം ഒന്ന് മിക്സ് ആവണം. അതിനെ ഒന്ന് സോട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആ മിക്സർ ആഡ് ചെയ്തിട്ട് മീഡിയം ഹീറ്റിലിട്ട് അതിനെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. അതൊരു ക്രമ്പ് പോലെ ഇത് വരും. അതുവരെ നമ്മൾ അതിനെ സോട്ട് ചെയ്ത് മീഡിയം തീയിൽ റെഡിയാക്കി എടുക്കണം, ക്രംസിൻ്റെ പരുവാവുന്നവർ. അപ്പം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ആ എണ്ണയൊക്കെ അത് പൊടിച്ചെടുത്തു. അതിങ്ങനെ മീഡിയം ഹീറ്റിൽ കുറച്ച് നേരമായിട്ട് അതിനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അംട്ടി ഉണ്ടാക്കുന്നതിനുള്ള കട്ട് അതായത് ആ കടലപ്പരിപ്പ് വേവിച്ച വെള്ളം, ആ സ്റ്റോക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് കുറച്ച് നേരം ചെറിയ തീയിൽ ഒന്ന് ബോയിലായി വരട്ടെ. ഇതിപ്പം മീഡിയം തീയിൽ തന്നെ ഇട്ടിട്ട് ചെറിയ തീയിൽ തിളച്ച് ഇപ്പം എണ്ണയൊന്നും കാണുന്നില്ലായിരുന്നു. എണ്ണ തെളിയുന്നവരെ നമുക്ക് അതിനെ വഴറ്റിയെടുക്കണം. അതാണ് ഈ പ്രോസസ്സ്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ്, പക്ഷെ അത്രയും ടേസ്റ്റ് ഉണ്ട് ഈ ഡിഷിന്. അപ്പോൾ കുറച്ച് നേരം എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കതിനെ കുറച്ച് നേരം അങ്ങനെ സോട്ട് ചെയ്തിട്ട് എണ്ണ തെളിയുന്നവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം, കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ തിന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട്, ഇത് കുറച്ച് ഇങ്ങനെ വാട്ടർ ആയിട്ടാണ് ഇരിക്കുന്നത്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 കപ്പോളം ചൂടുവെള്ളം. ആ കൺസിസ്റ്റൻസി കറക്റ്റ് നോക്കിയിട്ട് തിന്നാവണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നമ്മുടെ കട്ടാച്ചി അംട്ടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില ഫൈൻ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുത്താൽ കട്ടാച്ചി അംട്ടി റെഡിയായി. എന്നിട്ട് നമുക്കത് പുരാൻ പൊളിയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പം നമുക്കിനി പുരാൻ പോളി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒരു നാരങ്ങയിലും കുറച്ചും കൂടെ വലിയ സൈസിൽ എടുത്തിട്ട് കയ്യിൽ തന്നെ നന്നായിട്ട് ഒന്ന് പരത്തി അതിനെ തിന്നാക്കണം. കൈ കൊണ്ട് തന്നെ നമ്മൾ സാധാരണ ആലു പൊറാത്തൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതിനകത്ത് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് തന്നെ തിന്നാക്കിയിട്ട് നമ്മൾ ആ കടലപ്പരിപ്പിൻ്റെ പേസ്റ്റ് ജാഗറിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത്. അത് ലെമൺ സൈസിലും കുറച്ചും കൂടെ ചെറിയൊരു ബോളാക്കി ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് വെച്ച് അതിനത് ഇതുപോലെ പൊതിഞ്ഞ് ആട്ടയും മൈദയും മാവിൻ്റെ മുകളിലും പൊതിഞ്ഞ് എക്സ്ട്രാ മാവുള്ളത് കളഞ്ഞിട്ട് അതിനെ നന്നായിട്ട് ഒന്ന് ഫുൾ കവർ ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഇതെൻ്റെ മരുമോള് ബബിതയാണിത് ചെയ്തു തരുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നാണ് വന്നതുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് ഇതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ബബിതയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാനത് ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നേ ഉള്ളേ. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അധികം ഹാർഡായിട്ട് പ്രസ് ചെയ്ത് അതിനെ പരത്തരുത്. പതുക്കെ സ്ലോയിലി വട്ടത്തിൽ ഇങ്ങനെ പരത്തി കറക്റ്റ് സൈസ്. അപ്പം ആ നമ്മൾ സ്റ്റഫിങ് വെച്ചേക്കുന്ന കുറച്ചൊന്ന് പുറത്ത് വരും, കുഴപ്പമില്ല. എന്നാലും പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ പൊടിയായിട്ട് ഒട്ടിപ്പിടിക്കാതെ ചേർക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി ചേർത്ത് ഇടയ്ക്ക് തൂവി ഇട്ട് കൊടുത്തിട്ട് വേണം രണ്ട് സൈഡും നല്ല ഉണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം അതിനെ പരത്തി നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മുടെ പുരാൻ പോളിയുടെ ഷേപ്പ് ആക്കാനായിട്ട്. ഇനി നമ്മൾ തവ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ പരത്തിയ പുരാൻ പോളി ഒരു സൈഡ് ഇട്ട് കൊടുക്കുക. മീഡിയം തീയിൽ വേണം ഇട്ട് കൊടുത്ത് അതിനെ രണ്ട് സൈഡും കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്ക് കുറച്ച് നെയ്യ് നമുക്കതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. നെയ്യും പരട്ടി രണ്ട് സൈഡും നല്ല കണ്ടോ ചെറിയ ബ്രൗൺ സ്പോട്ട്സ് ആവുന്ന വരെ രണ്ട് സൈഡും കുക്ക് ചെയ്ത് റെഡിയാക്കി എടുത്താൽ നമ്മുടെ പുരാൻ പോളി റെഡിയായി. അപ്പോൾ നമ്മൾ രണ്ട് ഡിഷും റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പീസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാനും ഈ ഡിഷ് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. പക്ഷെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ പറ്റുന്നവർ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ.